Hi friends, ഞാൻ ശ്രീത് മലബാർ ടെക് ആൻഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1996 മോഡൽ ഫിയറ്റ് പ്രീമിയർ പത്മിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ എന്താ പറയുക, കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കുറച്ച് എന്താ പറയുക, ലോക്ക്ഡൗണും കാര്യമൊക്കെയാണ് കുറച്ച് ഡിലേ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു 1-2 വർഷമായി അവിടെ വെച്ചിട്ട് വണ്ടി. ആ വണ്ടി നമുക്കൊന്ന് പോയി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടാവുമോ എന്നറിയില്ല. കൂടാതെ തന്നെ അതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞൊരു വണ്ടിയുണ്ട്. അതിൻ്റെ റിവ്യൂ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊരു വണ്ടിയൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ആയിരത്തി 1996-97 മോഡൽ ഒരു 4 സിലിണ്ടർ 1059 cc ആണ് ഇതിന് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. വീൽ ബേസ് 5340 വരുന്നത്. ഇത്രയും കാര്യമാണ് ഇതിൽ നമ്മൾ RC കാണുന്നത്. ഇപ്പോൾ 96 മാനുഫാക്ചറിങ് 97 രജിസ്ട്രേഷനാണ് ഈ വണ്ടി വരുന്നത്. ഇതിൻ്റെ കളറൊക്കെ നമ്മൾ ചേഞ്ച് ആക്കിയതാണ്. കളർ വൈറ്റാണ് വന്നിരുന്നത്. ഇനി കാറിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത് ക്രോം എലമെൻറ്റോട് കൂടിയ റൗണ്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത്. കൂടാതെ താഴെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാം. കമ്പനിയുടെ തന്നെതായ ഒരു ഗ്രില്ലാണ് വരുന്നത്. അതിൽ PAL എന്ന് എഴുതിയിട്ട് കമ്പനിയുടെ എംബ്ലം കാണാം. ഫ്രണ്ടിലൊരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. സൈഡിലുമായിട്ടും ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാം. ഫ്രണ്ടിൽ നിന്ന് തൊട്ട് ബാക്കിൽ വരെ ഒരു സൈഡ് മൗൾഡിങ് കാണാം. ഇതിൻ്റെ കപ്പ് ഒരു എംബ്ലത്തോട് കൂടിയാണ് വരിക. ഇത് പുറമേ നിന്ന് വാങ്ങിയ കപ്പാണ്.
ഈ സൈഡ് മിറർ ഇതിൻ്റെതല്ല, ഷെവർലെറ്റ് സ്പാർക്കിൻ്റെതാണ് സൈഡ് മിറർ. ഡോർ ഹാൻഡിൽ നക്കിളിങ്ങോട് കൂടിയ ഡോർ ഹാൻഡാണ് വരുന്നത്. പെട്രോൾ ലിഡ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ബാക്കിലും ബമ്പർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗം ഒന്ന് ജസ്റ്റ് നോക്കാം. ഗ്ലാസ് ബീഡിങ്ങോട് കൂടിയ ഗ്ലാസ്സാണ് വരുന്നത്. സ്റ്റിയറിംഗ് സെൻറ്ററിൽ തന്നെ ഫിയറ്റിൻ്റെ എംബ്ലം കാണാം. രണ്ട് സൺവൈസർ കാണാം. ഗ്ലോ ബോക്സ് തുറക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പ്രസ് ചെയ്തിട്ടാണ് തുറക്കേണ്ടത്. കൂടാതെ തന്നെ ഇതിന് AC ഫിറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ആണ്. AC-ക്ക് പ്രത്യേക സ്വിച്ചും കീയും കൊടുത്തിട്ടുണ്ട്. ഗിയർ വരുന്നത് ഹാൻഡിലാണ്, ഗിയർ ലിവർ വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം. ബോണറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് അകത്തായിട്ട് ഒരു ലിവർ കാണാം. ആ ലിവർ വലിച്ചിട്ടാണ് ബോണറ്റ് തുറക്കേണ്ടത്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് നോക്കാം. ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പുറമേ തന്നെ ഒരു ഹാൻഡിൽ കാണാം. സ്റ്റെപ്പ് ടയറൊക്കെ വരുന്നത് ഡിക്കിയുടെ അകത്ത് തന്നെയാണ്. ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിക്കിക്കകത്ത്. ഇനി ഒന്ന് എൻജിൻ റൂം നമുക്ക് നോക്കാം. പവർ സൗണ്ട് ബാറ്ററിയാണ് ഇതിലുള്ളത്. മെറ്റൽ ടൈപ്പ് റേഡിയേറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എൻജിൻ്റെ ഒരു സൗണ്ട് കുറച്ച് കൂടുതലാണ് ഇതിന്. കൂടാതെ ഒരു പഞ്ചിങ് മാർക്ക് കൂടെ കാണുന്നുണ്ട്. എൻജിൻ നമ്പറും ചേസിസ് നമ്പറും പ്രീമിയർന്ന് എഴുതിയിട്ടൊക്കെ ഇവിടെ പഞ്ചിങ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓട്ടി നോക്കാം എങ്ങനെയാണ്. വണ്ടി സസ്പെൻഷൻ പരമായിട്ട് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ഓടിക്കുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഗിയർ ഹാൻഡിലിന് കോളത്തിലായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഗിയർ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള പോലെ തന്നെ ഗിയർ തന്നെയാണ്. ഗിയർ ലിവർ വരുന്നത് പൊസിഷനൊക്കെ സെയിം ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത് ഈ സ്റ്റിയറിംഗ് കോളത്തിനാണ് വരുന്നത്. സാധാരണ നോർമൽ ഗിയറിൻ്റെ ഇത് തന്നെയാണ്. ഇത് 2 പ്രാവശ്യം വണ്ടി ഓട്ടി നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ വരുന്ന അതേ ഇത് സിസ്റ്റം തന്നെ നേരെ ഇവിടെ ഇങ്ങനെ വന്നു, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതിൽ ഓളൊന്ന് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണും. ബൈ.